ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും ജേണി ടു ദി വേൾഡ് ഓഫ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേരളക്കാരുടെ മലയാളികളുടെ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. അതായത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്ക് ചായ കുടിക്കുമ്പോൾ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി എന്ന് പറയുന്ന ഒരു പലഹാരം എന്താണെന്നാണ് ഇപ്പം നിങ്ങളുടെ മനസ്സുള്ള ചോദ്യം അല്ലേ? വേറൊന്നുമല്ല, സുഖിയൻ. നമ്മുടെ പച്ചപ്പയർ വേവിച്ച് പാകത്തിന് വേവിച്ച് ശർക്കരയും തേങ്ങയും ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും എല്ലാം കൂടെ ഇട്ടും കുഴച്ച് ഉരുളയാക്കി അരിയും ഗോതമ്പിൻ്റെയും കൂടെ മാവിൽ മുക്കി അങ്ങനെ ഇട്ട് നല്ലോണം ഒന്ന് മൊരിച്ച് എടുത്ത സുഖിയൻ, നല്ല സുഖമുള്ള സുഖിയൻ. അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പം എല്ലാവരും റെഡിയാണോ? നമുക്ക് സുഖിയൻ ഉണ്ടാക്കി സുഖിക്കാം. ഈ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടുന്ന പച്ചപ്പയർ നല്ലോണം കഴുകി കുതിരാൻ വെക്കണം. നല്ലോണം കഴുകാന്ന് പറഞ്ഞാൽ 4-5 പ്രാവശ്യം കഴുകണം. ഈ പയറിന്റെ പുറത്ത് നല്ല പൊടിയുണ്ടാവും. കഴുകാതെ കുതിരാൻ വെച്ചാൽ ആഴ്ക്കെല്ലാം പയർ വലിച്ചെടുക്കും. അതുകൊണ്ട് നല്ലോണം കഴുകി കുതിരാൻ വെക്കുക. ഒരു രാത്രി മുഴുവനും കുതിരാൻ വെച്ചിട്ട് പാകത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഇത് വാർത്ത് കഴിയുമ്പോൾ ഉരുള പിടിക്കാൻ പറ്റണം, അതുപോലെ വേവ് വേണം. പയർ വേവിച്ച് വെള്ളം വാർത്ത് വെക്കുക. ഈ സുഖിയൻ ഉണ്ടാക്കാൻ ഫില്ലിങ്ങിന് വേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ്, തേങ്ങ, ശർക്കര, ജീരകപ്പൊടി, ഏലക്കപ്പൊടി. ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടെ ഇടുക. നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പോഴത്തേക്കും ശർക്കര ഉരുകി കുറച്ച് വെള്ളം വരും. ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ ചൂടാക്കുക. ഏലക്കപ്പൊടി ഇടാം, ജീരകപ്പൊടി ഇടാം. നല്ലോണം ഇളക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ഇതിലേക്ക് ഇടുക. നല്ലോണം ഇളക്കുക. ഉപ്പിട്ട് കൊടുക്കുക. ഇളക്കി എടുക്കുക. ഇപ്പൊ കുറച്ച് വെള്ളം വന്നു കാണും. ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമ്മൾ ഇളക്കി ചൂടായിക്കൊണ്ടിരിക്കുക. ഈ കൂട്ട് ആറിക്കഴിയുമ്പോൾ ഉരുള ഉണ്ടാക്കാൻ പറ്റണം. ആ പരുവത്തിലാണ് നമ്മൾ ഈ കൂട്ട് എടുക്കേണ്ടത്. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് ഇത് ആറാൻ വയ്ക്കുക. ഉരുള പിടിച്ചിട്ട് ശരിയാകുന്നില്ല, വെള്ളം കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ കുറച്ചുകൂടെ എളുപ്പമാവും. ഈ കൂട്ട് നമുക്കിനി ഉരുളകളാക്കാം. എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് അരിപ്പൊടിയും മൈദയും കുറച്ച് ഉപ്പും കൂടെ ഇടുക. ഇത് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കുഴയ്ക്കുക. കുഴയ്ക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം വേണം. ഈ പരുവത്തിൽ ഉരുള പിടിച്ചിരിക്കുന്ന കൂട്ട് മാവിലോട്ട് വെച്ചാൽ അത് താഴ്ന്നു പോകരുത്. ആ പരുവത്തിൽ വേണം നമ്മുടെ മാവ് ശരിയാക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് മുക്കിയെടുക്കുമ്പോഴത്തേക്കും എല്ലാം ഊർന്നു പോകും. ഒരു ഉരുളിയോ ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ച് അതിൽ വേണ്ടുന്ന എണ്ണ ഒഴിച്ച് ചൂടാക്കുക. നല്ലോണം ചൂടായി വരുമ്പോൾ ഓരോ ഉരുളയും ഈ മാവിൽ മുക്കി എണ്ണയിലോട്ട് ഇടുക. എണ്ണയിലോട്ടിടുമ്പോൾ കൈ മുങ്ങിപ്പോകരുത്. നമ്മൾ സുഖിയനാണ് ഉണ്ടാക്കുന്നത്. സുഖിയനാണ് ഫ്രൈ ചെയ്യേണ്ടത്, കൈയല്ല. നമ്മുടെ കൈ മാവിൽ മുങ്ങിയാൽ കുഴപ്പമില്ല, പക്ഷെ എണ്ണയിൽ മുങ്ങരുത്. അങ്ങനെ കൈ എണ്ണയിൽ മുങ്ങാതെ ഓരോ ഉരുളയും മാവിൽ മുക്കി എണ്ണയിലിട്ട് മാവ് ഒന്ന് ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അത് എണ്ണയൊന്ന് കോരി എണ്ണ വാരാൻ വയ്ക്കുക. നമ്മുടെ സൂപ്പർ സുഖിയൻ, സുഖമുള്ള സുഖിയൻ റെഡി. ഇനിയിപ്പോ നമുക്ക് 4 മണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താന്ന് വെച്ചാ ആ ചായ കിട്ടുമ്പോൾ ഈ സുഖിയനും കൂടെ എടുത്ത് രണ്ടും കൂടെ അങ്ങ് കഴിക്കുക. സുഖമായില്ലേ? അതാണ് നമ്മുടെ സുഖിയൻ. ഇത്രേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അറിയാവുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. എന്താന്ന് വെച്ചാൽ അവരും ഒന്ന് സുഖിക്കട്ടെ. നമുക്ക് വേറെ ചെലവില്ലല്ലോ, ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ പോരെ. അപ്പോ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.